എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ചാരിയറ്റ്, ഏസ് ഓഫ് കപ്സ്, Four of Wands, Nine of Swords, Two of Cups, Hermit. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ചാരിയറ്റ് എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഒരു മാസത്തിൽ മനസ്സിന് പല കാര്യങ്ങളിലും പൊതുവേ തൃപ്തിയുള്ള ഒരു സമയമാണെങ്കിലും ചില ആളുകളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സങ്കടം ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമുക്ക് ആദ്യം തന്നെ ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ നിങ്ങൾ നേടുന്നൊരു മാസമാണ്. ആഗ്രഹിച്ച പോലെ നേടുന്നു എന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നിങ്ങൾ വാഹനം വാങ്ങിക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഒക്കെ വാങ്ങിക്കുക. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇന്ന ബ്രാൻഡിൻ്റെ വാച്ച് അല്ലെങ്കിൽ ഇന്നൊരു വില കൂടിയ ചില കാര്യങ്ങൾ, അപ്പോൾ ചില വ്യക്തികളെക്കുറിച്ച് ഇന്നൊരു പേഴ്സ് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് ബാഗ് വാങ്ങിക്കാം. ഒരു ബ്രാൻഡ്, പ്രത്യേക ബ്രാൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്, നിങ്ങൾ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരിക്കാം, അത് വാങ്ങിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചില ആളുകൾ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ടാവാം. വളരെ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആനിവേഴ്സറിയോ സംബന്ധിക്കുന്ന ഒരു സമയം ഈ ഒരു മാസത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വർണമോ ഡയമണ്ടോ അതുപോലെ എന്തെങ്കിലും നിങ്ങളെ സംബന്ധിച്ചൊരു വില പിടിച്ചൊരു സമ്മാനം അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതും ആവാം. നിങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നു ഒരു ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു പാത അല്ലെങ്കിൽ പുതിയൊരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു പുതിയ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. ജീവിതം ഇനി എങ്ങനെ ജീവിക്കണം, ജീവിതം വെറുതെ ജീവിച്ച് തീർക്കല്ല, ജീവിതത്തിൽ ആസ്വദിക്കാനുള്ളതുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ജീവിതത്തിൽ ആസ്വദിക്കാനും കൂടെ ഉള്ളതുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ലൈഫ് നിങ്ങൾ വിചാരിച്ചൊരു രീതിയിലല്ലാതെ നിങ്ങൾ സന്തോഷം നൽകുന്ന കാരണം എപ്പോഴും നമ്മൾ പോസിറ്റീവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഒരു പോസിറ്റിവിറ്റി ലൈഫിലേക്ക്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാം നെഗറ്റീവിലായിരിക്കും അടുത്തിടയ്ക്ക് വരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സങ്കടങ്ങളും നമ്മൾ എന്തിലാണോ ശ്രദ്ധിക്കുന്നത്, എന്നെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതിലാണ് ഫോക്കസ്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ്സ് കാണാൻ തുടങ്ങുകയാണ് ജീവിതത്തിൽ. നന്മയുള്ള കാര്യങ്ങൾ, നല്ലത് കാണാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കാൻ തുടങ്ങുകയും നല്ലതും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സ്ലോലി നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഈ ഒരു മാസം. ഏസ് ഓഫ് കപ്സ് എനർജിയാണ് പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം, പ്രണയം, ഇതുപോലുള്ള കാര്യം. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കൂട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഒരു പ്രപ്പോസലായിരിക്കും പ്രണയാഭ്യർത്ഥന ചില ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അത് അറേഞ്ച് മാരേജ് വഴിയായിരിക്കാം. ലവ് ഓർ അറേഞ്ച്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് നിങ്ങൾക്കൊരു വളരെയധികം തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ലിറ്ററലി ഒരു നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ളൊരു വ്യക്തി അടുത്തിടയ്ക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ വ്യക്തി സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ സർജറി വേണമെന്ന് ചിന്തിച്ചിരുന്ന, അതിനെക്കുറിച്ചൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ വ്യക്തി വളരെയധികം നല്ല രീതിയിൽ സുഖം പ്രാപിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തൃപ്തി ലിറ്ററലി ആ ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ടും ആരോഗ്യനില വീണ്ടെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്
ആഗ്രഹിച്ച ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചില ആളുകളെ സംബന്ധിച്ച്, വിദേശത്തുള്ളവരെ സംബന്ധിച്ച് US, കാനഡ അതുപോലുള്ള രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച്, അല്ലാത്തയിടത്തും സാധ്യതകളുണ്ട്. ഇവിടെ ഒരു എനർജി, ആംഗലേയം ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് കൂടുതൽ അങ്ങനത്തെ ഒരു രാജ്യത്തുള്ള ആളുകളുടെ സ്വന്തമായിട്ട് വീട്, വിദേശത്തുള്ളവർ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്നതിൻ്റെ തൃപ്തിയും അതിൻ്റെ ആഘോഷം, ഹൗസ് വാമിങ്, വീട് വെഞ്ചരിപ്പോ, പൂജ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം ചില ആളുകൾ നിങ്ങൾ നാട്ടിൽ വരുന്നതായിരിക്കാം. അപ്പോൾ കുറേയധികം നാളായി നിങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്ത കാലത്ത് നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത്, നാട്ടിൽ തിരിച്ചു വരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ച് സെറ്റിലാവുന്നു എന്നതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങളെ സംബന്ധിച്ച് കാണാം. ചില ആളുകൾ തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലാവുന്നതിൻ്റെ ഒരു സന്തോഷവും മറ്റു കാര്യങ്ങളും, ആഘോഷങ്ങൾ, ഒത്തിരി ഒച്ചയും ബഹളവും, ആഘോഷങ്ങൾ, പാട്ട്, നൃത്തം, അതുപോലുള്ള സന്തോഷം നിങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നു എന്നുള്ളതും ലൈഫിലൊന്ന് റിലാക്സ്ഡ് ആവുന്നതാണ് ചില ആളുകളെ സംബന്ധിച്ച്. അതിൻ്റെ ഒരു സന്തോഷവും ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾ പല ആളുകളെ സംബന്ധിച്ച് ഒരു ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തൃപ്തി തരുന്നുണ്ട്. സൗഹൃദ കൂട്ടായ്മ. ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു പ്രമോഷനായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലുള്ളൊരു മുന്നേറ്റമാവാം. അപ്പോൾ കരിയറിൽ നിങ്ങൾ മുന്നേറുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രമോഷൻ ലഭിച്ചതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഉയർന്നൊരു പൊസിഷനിലേക്ക്, ഒരു മാനേജറൽ പൊസിഷനിലേക്ക് കയറുമ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷവും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ പ്രസംഗിക്കാൻ, ഒരു സ്പീക്കർ, ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതും സാധ്യതയുണ്ട്, 4 ആളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന ഒരു എനർജി. അതേപോലെ 9 ഓഫ് സോർട്സ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പൊതുവിൽ നല്ലൊരു സമയമാണെങ്കിൽ കൂടിയും നമ്മൾ പറയുമല്ലോ, ചില വ്യക്തികളുണ്ടാവും എല്ലാവരുടെയും ലൈഫിലും എന്തെങ്കിലും സന്തോഷം നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുത്തി പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ട് പറഞ്ഞ് ആ ഒരു മൂഡ് കളയുക എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഒരു നെഗറ്റിവിറ്റി. അപ്പോൾ അതുപോലെയുള്ള ചില വ്യക്തികൾ, ചില കീടങ്ങൾ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ചില ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ചില വാക്കുകൾ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാവാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. അത് ആലോചിച്ച് ടൈം വേസ്റ്റ് ആക്കാതിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ നേടാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാതെ, അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അപ്പോൾ തന്നെ അതവിടെ തീർന്നു, അതല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൈഫിൽ. 2 ഓഫ് കപ്സ് എനർജിയാണ്. 1-2 ചീത്ത ആളുകൾ ചുറ്റും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള 100 നന്മയുള്ള ആളുകളെ അകറ്റി നിർത്താതിരിക്കുക. കാരണം അവർ നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ആ ഒരു എനർജി പറഞ്ഞിരുന്നു, വിവാഹ സാധ്യതകളൊക്കെ. പാർട്ട്ണർഷിപ്പ് ആവാം ചില ആളുകളും. നല്ല ഒരു ബന്ധം, നല്ലൊരു എന്താ പറയുക, സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൗഹൃദമാവാം. അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആകാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു 2 ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്നിട്ട്, കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം, അതിൻ്റെ വ്യാപ്തി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സുഹൃത്തുക്കളെ കൊണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, നന്മകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഒത്തിരി ശാന്തതയും സമാധാനവും സ്വസ്ഥയും നിറഞ്ഞ അന്തരീക്ഷമാണ്. പൊതുവേ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള വീട്ടിലത്തെ അന്തരീക്ഷത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. സമാധാനവും സ്വസ്ഥതയും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഹോബീസോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക. പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും റിട്ടയർ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന, സ്വന്തം സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് നമ്മൾ പറയില്ല, സ്വാതന്ത്ര്യമാണ്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. പൊതുവേ ഒരു ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുന്ന ഒരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു വളരെ കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.